വനംവകുപ്പിന്റെ കൈവശമുള്ള ആനക്കൊമ്പ് ശേഖരം കത്തിച്ച് നശിപ്പിച്ചതിന് ശേഷം ചാരത്തിന്റെ വിപണന സാധ്യത പരിശോധിച്ച് സർക്കാർ. ആനക്കൊമ്പ് ചാരത്തിനായി ഔഷധ കമ്പനികൾ സമീപിച്ചെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. 260 കോടി രൂപയുടെ ആനക്കൊമ്പാണ് വനംവകുപ്പിന്റെ കൈവശമുള്ളതെന്നും മന്ത്രിയുടെ വാക്കുകളിലേക്ക്. അങ്ങനെ കത്തിച്ച് കളഞ്ഞതിന് ശേഷം അത് പിന്നെ ചാരമായി മാറുകയാണല്ലോ. ആ ചാരം ഔഷധ മൂല്യമുള്ളതാണെന്ന് പറഞ്ഞ് കേൾക്കുന്നു. ഔഷധ നിർമ്മാതാക്കളായ ആയുർവേദ മരുന്ന് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ അതൊരു ക്രിയേറ്റീവായ നിർദ്ദേശമായതുകൊണ്ട് അത് ചർച്ച ചെയ്തതിന് ശേഷം മറ്റു തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വി എസ് അനുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനു, എന്താണ് മന്ത്രി ഈ ഒരു ആനക്കൊമ്പിന്റെ കാര്യത്തിൽ പറയുന്നത്? വനം വകുപ്പിന്റെ നടപടികൾ ഏത് രീതിയിലായിരിക്കും? സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിൽ ഏകദേശം 260 കോടിയിലേറെ രൂപയുള്ള ആനക്കൊമ്പുകൾ, അതായത് 13 ടണ്ണിലേറെ തൂക്കമുള്ള 260 കോടി രൂപയോളം വിലമതിക്കുന്ന ആനക്കൊമ്പുകളാണ് സംസ്ഥാനത്തിൻ്റെ വനം വകുപ്പിൻ്റെ കൈവശമുള്ളത്. ഈ ആനക്കൊമ്പുകൾ വിൽപ്പന നടത്താൻ പാടില്ല. ഇത് 2023 നിയമപ്രകാരം കത്തിക്കണമെന്ന് നേരത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാനത്തെ അറിയിച്ചിരുന്നു. ആദ്യം ഇത് സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നുവെങ്കിലും ഈ വനം വകുപ്പിൻ്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശം അനുസരിക്കാൻ സ്വാഭാവികമായും വനംവകുപ്പ് ബാധ്യസ്ഥരാകും. അങ്ങനെയെങ്കിൽ ഇത് കത്തിക്കേണ്ടി വരും. അങ്ങനെ കത്തിച്ചാൽ ഈ കത്തിക്കുന്ന ചാരം, ആനക്കൊമ്പിൻ്റെ ചാരം, അത് ഔഷധ മൂല്യമുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില ആയുർവേദ മരുന്ന് കമ്പനികൾ വനംവകുപ്പിനെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് വനമന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആനക്കൊമ്പുകളുടെ ചാരം, അതിൻ്റെ വിപണന സാധ്യത പരിശോധിക്കുകയാണ് വനംവകുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഇത് ഏതെങ്കിലും തരത്തിൽ വിൽപ്പന നടത്താൻ കഴിയുമോ, അതിൻ്റെ വിപണനം നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വനം വകുപ്പ് പരിശോധിക്കുന്നത്.